ഹലോ, ഇന്നത്തെ റെസിപ്പി ലെച്ചസ് കേക്കാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഞാൻ മാത്രം ഇനി അത് ചെയ്യാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവണിലല്ലാണ്ട് കുക്കറിൽ നമുക്ക് നല്ല ടേസ്റ്റി ലെച്ചസ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ടയുടെ വൈറ്റും യെല്ലോവും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലൊട്ടും തന്നെ നമ്മുടെ യെല്ലോ പെട്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു വൈറ്റ് കളറാകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ ആയി കിട്ടുന്ന സമയത്ത് നമുക്കിത് ബീറ്റർ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റിയെടുത്ത മുട്ടയുടെ മഞ്ഞ അതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ യെല്ലോ ഒരു ലൈറ്റ് യെല്ലോ ആകുന്ന ഒരു സമയം വരെ നമുക്ക് ഇതും കൂടിയും ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ബീറ്റായി, അതായത് ആ യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഞാനിവിടെ ഒരു 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർ എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് പൊടിച്ച പഞ്ചസാരയൊന്നല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. കാരണം ഇത് വളരെ ചെറിയ ഗ്രാനുൾസ് ആയതുകൊണ്ടാണ് ഞാൻ പൊടിക്കാണ്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളടുത്ത് വലിയതാണുള്ളതെങ്കിൽ നിങ്ങൾ പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ബീറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വനില സ്പഞ്ച് കേക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പിസ്ത എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫ്ലേവറിലുള്ള കേക്കായിരിക്കും സ്പഞ്ച് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് പാലാണ്. അപ്പോൾ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ കേക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലവണ്ണം തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ ഇനി അടുത്തതായിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലത്. ഞാനിവിടെ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രത്തോളം നന്നായിട്ട് തന്നെ അത് മിക്സായി കിട്ടും. ഇനി നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ച മുട്ടേൻ്റെ ബാറ്ററിലേക്ക് ഇത് പൊടി കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം. അല്ല ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന്, അതായത് ഹൈ സ്പീഡിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല, ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ആ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. അത് സ്പൂൺ കൊണ്ടാണ് കുറച്ചും കൂടിയും ബെറ്റർ ചെയ്യൽ. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എടുത്ത് വെച്ച പൊടി കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി ജസ്റ്റ് ഞാനൊന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇത് സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി നല്ലോണം ആ പൗഡർ എല്ലാവരുടെയും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കംപ്ലീറ്റ് ഇട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വൈറ്റിലേക്ക് യെല്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലെയും ചെയ്തെടുക്കുക. അതെല്ലാം നിങ്ങളെ സൗകര്യം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സായി കിട്ടണം. അതാണ് മെയിൻ. നമ്മുടെ പൊടികളായാലും ഈ എഗ് വൈറ്റ് ആയാലും നമ്മുടെ ബാറ്ററിലേക്ക് നന്നായി മിക്സായി കിട്ടണം. അതായത് എല്ലാവരും ഈവണായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് നന്നാവൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കർ ഞാൻ ബട്ടർ പേപ്പറെല്ലാം വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതായത് എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ പാന് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ച ആ ഒരു കുക്കർ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചതിന് ശേഷം വെരി ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. 45 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം.
അപ്പോൾ ഇവിടെ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുക്കറിൻ്റെ വിസിൽ പിന്നെ എടുത്ത് മാറ്റണം കേട്ടോ. നേരത്തെ പറയാൻ എന്നോട് മറന്നുപോയതാണ്. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുത്തി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടോ ഉണ്ടോ എന്നുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി വേവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്പഞ്ച് കേക്ക് ഞാനിവിടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ വെച്ച് കൊടുത്ത് ആ ബട്ടർ പേപ്പറെല്ലാം മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബട്ടർ ഒന്ന് കുക്കറിൽ നല്ലോണം ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ, അപ്പോഴും നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, അടി അധികം കരിയാണ്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ട്രസ്ലേഷ്യസ് കേക്കിൻ്റെ മെയിനായിട്ടുള്ള 3 പാല് ആഡ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഫുൾ ഫാറ്റ് മിൽക്കും പിന്നെ 1/2 കപ്പ് ഇവോപ്പറേറ്റഡ് മിൽക്കുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ 3 മിൽക്കുമാണ് ഞാൻ ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഈ 3 മിൽക്കും എത്തണം. അതിനുവേണ്ടി ഞാനൊരു കത്തി ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഇത് നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലൂ നമ്മളെ പാല്. അപ്പോൾ ഈ ഇവോപ്പറേറ്റഡ് മിൽക്കൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ സാദാ പാലും പിന്നെ പാലിൽ കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വെക്കിയാലും നമ്മളെ 3 ടൈപ്പ് പാലായി. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇവോപ്പറേറ്റഡ് മിൽക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തല്ലോ, ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് നല്ലോണം അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നല്ലോണം കേക്കിലേക്ക് അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മെല്ലെ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതോടുകൂടി നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി. പിന്നെ ഇതിൻ്റെ മേലെയുള്ള ഡെക്കറേഷൻ എന്നെല്ലാം പറയുന്നത് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെറീസ് വെച്ചിട്ടും നട്ട്സ് വെച്ചിട്ടും ഇനി ഒന്നും വെക്കാണ്ട് വെറും ഇതേപോലെ പിന്നെ വിപ്പിംഗ് ക്രീം മാത്രമാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേക്ക്. അപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അനാറാണ്. അനാർ ഇതിൻ്റെ മേലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മുറിച്ച് കഴിക്കുമ്പോൾ അനാർ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനതൊരു ഫ്രഷ് ഫ്രൂട്ടായിട്ട് അനാർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഇട്ടിട്ട് വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അനാറ് നമ്മളെ വിപ്പിംഗ് ക്രീം അതെല്ലാം നല്ല സെറ്റായിട്ട് കേക്ക് മേൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എന്തായാലും ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രസ്ലേഷ്യസ് കേക്ക്. അപ്പോൾ കുക്കറിൽ ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ഒരു കേക്ക്. അപ്പോൾ അതിൻ്റെ പേര് കേട്ടിട്ട് ആരും പേടിക്കുകയൊന്നും ചെയ്യേണ്ട. അത് വളരെ സിമ്പിളായിട്ട് എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മളെ കുട്ടിയൊക്കെല്ലാം ഇടയ്ക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാനെല്ലാം നല്ലതാണ്. വിപ്പിംഗ് ക്രീമെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന്, പിന്നെ വിപ്പിംഗ് ക്രീമെല്ലാം ഇപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും അതിൻ്റെ വീഡിയോ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.